إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. വിശ്വാസികളെ പ്രപഞ്ചലോക സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കി ഹിദായത്തിന്റെ, നന്മയുടെ, തൗഹീദിന്റെ, ഈമാനിന്റെ വഴിയിലൂടെ ജീവിച്ച് സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകി നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഒരു നാട് മുഴുവൻ കുഫറിലും ശിർക്കിലുമായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയുടെ വഴിയിൽ വളർത്തിക്കൊണ്ടുവന്ന ഒരു മനുഷ്യനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹുവിന്റെ കൂട്ടുകാരനാണ്. ഒരു ഉമ്മത്ത് എന്നാണ് ഇബ്രാഹിം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. അദ്ദേഹം ഒരു സമുദായമാണ്. സൂറത്ത് അംബിയായിലെ 51-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹ മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. വലഖദ് ആതൈനാ ഇബ്രാഹീമ റുശ്ദഹ, തീർച്ചയായിട്ടും നാം ഇബ്രാഹീമിന് റുശ്ദ നൽകി, അഥവാ നേരിന്റെ വഴി, നന്മയുടെ ബോധം. ചെറുപ്പം മുതലേ അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിന്റെ, നന്മയുടെ, ഹിദായത്തിന്റെ വഴി നൽകി.
അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ അനുഗ്രഹിച്ച് വളർത്തിക്കൊണ്ടുവന്നു. മിൻ ഖബൽ എന്ന് പറഞ്ഞാൽ മൂസാ നബിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും മുമ്പ് അദ്ദേഹത്തെ പ്രവാചകനായി അല്ലാഹു സെലക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരു വിശദീകരണം തഫ്സീറുകളിൽ കാണാം. ചെറുപ്പം മുതലേ അദ്ദേഹത്തെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നു എന്നും നമുക്ക് തഫ്സീറുകളിൽ കാണാം. എന്നിട്ട് അല്ലാഹു പറയാ വകുന്നാ ബിഹി ആലിമീൻ, അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായി നാം വ്യക്തമായി അറിയുന്നവനാണ്. വകുന്നാ ബിഹി ആലിമീൻ, കൂടുതൽ കാര്യങ്ങൾ അവനെ കുറിച്ച് നമുക്കറിയാമായിരുന്നു അവനെ കുറിച്ച് എന്ന് സൂറത്ത് അംബിയായിൽ 51-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുമ്പോൾ, പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ചെറുപ്പം മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഈ രൂപത്തിൽ നന്മയുടെ വഴിയിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള കാരണം. അദ്ദേഹം ജനിച്ചു വളർന്ന നാടിനെ കുറിച്ച് ചരിത്രകാരന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് അവിടെയുള്ള ആളുകൾ മുഴുവൻ നക്ഷത്രങ്ങളെ ആരാധിക്കുന്നവരായിരുന്നു. അതുപോലെ തന്നെ മരിച്ചുപോയ ആളുകൾ അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ച് ആ രൂപങ്ങൾക്ക് മുമ്പിൽ നേർച്ചകളും വഴിപാടുകളും ആരാധനകളുമെല്ലാം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു നാട്. ആ നാട്ടിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പിറന്നു വീഴുന്നത്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ ചരിത്രം നമുക്കറിയാം. ഈ രൂപത്തിൽ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ വേണ്ടി വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കൊടുക്കുന്ന വാപ്പയാണ് ഇബ്രാഹിം നബിയുടെ പിതാവ്. വകുല്ലു മൻ കാന അലാ വജ്ഹിൽ അർളി കാനു കുഫാറാ. പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ, മുഫസ്സിറുകളെല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ സമയത്ത് ഭൂമുഖത്തുള്ള എല്ലാ ആളുകളും കാനു കുഫാറാ, കാഫിറുകളായിരുന്നു. ബഹുഭൂരിപക്ഷവും കാഫിറുകളായിരുന്ന ഒരു കാലഘട്ടം അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സിവ ഇബ്രാഹിം ഖലീൽ, അല്ലാഹുവിന്റെ കൂട്ടുകാരനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെ, ബംറഅതിഹി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സാറാ ബീവി ഒഴികെ, വബിൻ അഖീഹി ലൂത്ത് അലൈഹിമുസ്സലാം, അദ്ദേഹത്തിന്റെ സഹോദരന്റെ പുത്രനായ മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇവരൊഴികെ ഇബ്രാഹിം നബിയും സാറാ ബീവിയും ലൂത്ത് നബിയും ഒഴികെ വകുല്ലു മൻ കാന അലാ വജ്ഹിൽ അർളി കാനു കുഫാറാ, ആ ഭൂമി ലോകത്തുള്ള സകല ആളുകളും കാഫിറുകളായിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? അവർ കാഫിറുകളാകാനുള്ള കാരണം എന്താ? യഅ്ബുദൂനൽ കവാകിബ വൽ അസ്നാം, യഅ്ബുദൂനൽ കവാകിബ വൽ അസ്നാം, അവർ ആരാധിക്കുന്നത് തന്നെ സൃഷ്ടിച്ചവനെയല്ല, അവർ ആരാധിക്കുന്നത് തന്നെ നിയന്ത്രിക്കുന്നവനെയല്ല, അവർ ആരാധിക്കുന്നത് തനിക്ക് അന്നപാനി എന്ന് നൽകുന്നവനെയല്ല, അള്ളാഹുവിന്റെ പടപ്പുകളായ ആ പടപ്പുകളിൽപ്പെട്ട നക്ഷത്രങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ തന്നെ വല്ലസ്നാം, ബിംബങ്ങളെ, രൂപങ്ങളെ ആരാധിക്കുന്നവർ, തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ എല്ലാം കേൾക്കുന്ന, എല്ലാം അറിയുന്ന, ആ പ്രയാസങ്ങളെ നീക്കിത്തരാൻ കഴിവുള്ള റബ്ബിനെ, സൃഷ്ടാവിനെ വിളിക്കേണ്ടതിന് പകരം താൻ വിളിച്ചാൽ വിളി കേൾക്കാത്തവർക്ക് മുമ്പിൽ, തന്റെ പ്രയാസങ്ങൾ നീക്കിത്തരാൻ കഴിയാത്തവരുടെ മുമ്പിൽ, തന്റെ ആഗ്രഹങ്ങൾ നടത്തിത്തരാൻ കഴിയാത്തവരുടെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് ആരാധനകൾ നടത്തിയിരുന്ന, പ്രാർത്ഥനകൾ നടത്തിയിരുന്നവർ. അതുകൊണ്ടാണ് അവരെ കുറിച്ച് കാനു കുഫാറ, അവർ മുഴുവൻ കാഫിറുകളായിരുന്നു എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം. അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ചെറുപ്പത്തിലേ റുഷ്ദ് നൽകി, സന്മാർഗ്ഗം നൽകി, നന്മയുടെ വഴി നൽകി. എന്നിട്ട് അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്ന് അവിടെയുള്ള എല്ലാ തോന്നിവാസത്തിൽ നിന്നും കുടുംബവും നാടും, പിതാവിനെ കുറിച്ച് പറഞ്ഞല്ലോ, കുടുംബവും നാടും മുഴുവൻ വലാലത്തിലായപ്പോൾ ആ വലാലത്തിന്റെ, ദുർമാർഗത്തിന്റെ എല്ലാ പ്രവർത്തനത്തിൽ നിന്നും, വഴികളിൽ നിന്നും സംരക്ഷിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിക്കൊണ്ടുവന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വബതഅസഹു റസൂല, അദ്ദേഹം ഒരു യുവാവായപ്പോൾ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ പ്രവാചകനായി സെലക്ട് ചെയ്തു. മാത്രമല്ല വത്തഖദഹു ഖലീലൻ ഫീ കിബരിഹി, അദ്ദേഹം പ്രായമായപ്പോൾ
അദ്ദേഹം പ്രായാധിക്യത്തിലെത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചെറുപ്പകാലം മുഴുവൻ, യുവത്വ കാലഘട്ടം മുഴുവൻ, തന്റെ ആരോഗ്യം മുഴുവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിച്ചപ്പോൾ, അല്ലാഹുവിന് വേണ്ടി ജീവിച്ചപ്പോൾ, അല്ലാഹു കൽപ്പിക്കുന്ന ഓരോ കൽപ്പനകളും ജീവിതത്തിൽ പകർത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വത്തഖദഹു ഖലീലൻ ഫീ കിബരിഹി, അദ്ദേഹത്തിന്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹത്തെ കൂട്ടുകാരനായി സെലക്ട് ചെയ്യുകയാണ്. രണ്ടുപേരാണ് ലോകത്ത് അല്ലാഹുവിന്റെ കൂട്ടുകാർ. ഒന്ന് ഇബ്രാഹിം നബിയാണ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ട് ഈ രണ്ടുപേർ മാത്രം അല്ലാഹുവിന്റെ കൂട്ടുകാരനായി? അല്ലാഹു എന്ത് കൽപ്പിച്ചാലും അതനുസരിക്കാൻ തയ്യാറായ ഖലീൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പാതിയെ പിൻപറ്റിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. അല്ലേ? അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലഖദ് ആതൈനാ ഇബ്രാഹിമ റുഷ്ദ മിൻ ഖബ്ലു വകുന്നാ ബിഹി ആലിമീൻ. ആ കുഫാരികൾ ജീവിക്കുന്ന നാട്ടിൽ ചെറുപ്പം മുതലേ ഹിദായത്ത് നൽകി, സന്മാർഗം നൽകി, നന്മയുടെ വഴി കാണിച്ചു കൊടുത്ത് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമി അല്ലാഹു വളർത്തിക്കൊണ്ട് വന്നു. അദ്ദേഹത്തെ കുറിച്ച് നന്നായിട്ട് അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സൂറത്തുൽ അംബിയ 51-ാമത്തെ ആയത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരുപാട് പാഠങ്ങൾ നമുക്കുണ്ട്, നമുക്കെല്ലാവർക്കും ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ഇവിടെയുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ള ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറഞ്ഞാൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിക്കുന്ന നാട് മുഴുവൻ വലാലത്തിലായപ്പോൾ ആ ഇബ്രാഹിം നബി അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വലാലത്തിലും കുഫറിലും ശിർക്കിലും ഒന്നും കുടുങ്ങാതെ ചെറുപ്പത്തിലേ അദ്ദേഹത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ വിജയം എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ അവൻ പാരത്രിക ലോകത്ത് വിജയിക്കണമെങ്കിൽ അവന്റെ തുടക്കകാലം മുതലേ അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നത്തെ നമ്മുടെ മക്കളുടെ അവസ്ഥയല്ല, അവരുടെ ഭാവിയെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവരുടെ പാരത്രിക ജീവിതത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? വഴികേടിലേക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലോകാവസാനം സംഭവിക്കുകയില്ല, ലോകാവസാനം സംഭവിക്കുകയില്ല. എങ്ങനെയായിട്ടല്ലാതെ ഓരോ മുസ്ലിമിന്റെ, ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്തകൾ മുസ്ലിം ഉമ്മത്ത് ചീഞ്ഞറിഞ്ഞ ചണ്ടികളെ പോലെ ആകാതെ, മുസ്ലിം ഉമ്മത്ത് ചീഞ്ഞറിഞ്ഞ ചണ്ടികളെ പോലെ ആകാതെ, ഒരു ഉപകാരമില്ലാത്ത ആളുകളായി മാറാതെ ഒരിക്കലും ലോകാവസാനം സംഭവിക്കുകയില്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു അവസ്ഥയിലേക്ക് മാറി. കുഫ്ർ, ശിർക്ക്, അതൊക്കെ ഒരു ഭാഗത്ത് അങ്ങനെ ബിദ്അത്തുകൾക്ക് വേണ്ടി തയ്യാറാകുന്ന ഒരു പറ്റം യുവത്വമായി ഇന്നത്തെ ആധുനിക ലോകത്തെ മുസ്ലിം ഉമ്മത്ത് മാറി. ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ലഹരിയിലാണ്, അനാവശ്യമായ പ്രവർത്തനങ്ങളിലാണ്, അതുപോലെ തന്നെ വ്യഭിചാരങ്ങളിലാണ്. അവർ മാതാപിതാക്കളോട് ധിക്കാരം പ്രവർത്തിക്കുന്നവരായിട്ട് മാറി, തന്നിഷ്ടങ്ങൾ പ്രവർത്തിക്കുന്നവരായി മാറി. ഇവിടെയാണ് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നത്. ചെറുപ്പം മുതലേ നമ്മൾ മക്കളെ ശ്രദ്ധിക്കണം, ചെറുപ്പം മുതലേ അവരെ നല്ല രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരണം. അത് തീർച്ചയായിട്ടും ഒരു ഉപ്പയുടെ ബാധ്യതയാണ്, അതൊരു ഉമ്മയുടെ ബാധ്യതയാണ്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞ വാപ്പയോട് അമീറുൽ മുഅ്മിനീൻ കൃത്യമായ മറുപടി പറയുന്നുണ്ട്. ഒരു വാപ്പ വന്നിട്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടുക്കൽ വന്നിട്ട് പരാതി പറയുകയാണ്, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല. ആ മകനെ വിളിച്ചു വരുത്തിയിട്ട് മകനോട് ചോദിക്കുകയാണ്, പൊന്നുമകനെ, എന്താണ് നിന്റെ വാപ്പയെ നീ അനുസരിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ആ മകന്റെ ചോദ്യമാണ്, എല്ലാ അമീറുൽ മുഅ്മിനീൻ, ഒരു പിതാവിൽ നിന്ന് തന്റെ മക്കൾക്ക് കിട്ടേണ്ട വല്ല അവകാശവും ഉണ്ടോ? ഉണ്ട്. ആ അവകാശങ്ങൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ഉപദേശം എന്താണെന്ന് അറിയുമോ? ഒരു പിതാവ് തന്റെ മക്കൾക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലാഹുവിന്റെ കലാം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വാപ്പയുടെ ഒരു ഉത്തരവാദിത്തമാണ്. ദീനീ ബോധമുള്ള ഒരു ഉമ്മയെ തന്റെ മക്കൾക്ക് സമ്മാനിക്കുക എന്നുള്ളത് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുമ്പോൾ, ഇണയായി ജീവിതത്തിൽ സ്വീകരിക്കുമ്പോൾ
നിങ്ങൾ തീർച്ചയായിട്ടും ആ പെണ്ണിന്റെ ദീന് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇണയായി സ്വീകരിക്കുന്നവരുടെ മതം നമ്മൾ പരിഗണിക്കണം, അതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു. എന്തിനാ? അത് നമ്മുടെ ജീവിതത്തിൽ നന്മ ഉണ്ടാകാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു അനുഗ്രഹമായി നൽകുന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങളിലും ആ ദീൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായി പഠിപ്പിച്ചത് അല്ലേ? ഒരു വാപ്പ, ആ വാപ്പയാണ് ഖുർആൻ അല്ലാഹുവിന്റെ കലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഒരു വാപ്പയാണ് ദീനി ബോധമുള്ള ഒരു ഉമ്മയെ തന്നെ മക്കൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ അവരിൽ ഉണ്ടാകുന്ന കുട്ടിയെ നല്ല ദീനിയുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുള്ള സൂക്ഷ്മതാ ബോധമുള്ള തഖ്വയുള്ള ഒരു കുട്ടിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിലെല്ലാത്തിലും അമ്പിയാക്കന്മാർ വളരെയധികം പരിശ്രമിച്ചിരുന്നു. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം മരിക്കാനായ സമയത്ത് തന്റെ മക്കളെ വിളിച്ചടുത്ത് നിർത്തിയിട്ട് ആ മക്കളോട് പറയാണ്, ഇന്നി ഖാസിർ, പൊന്നുമക്കളെ ഞാൻ ഇനി കുറച്ചു കാലം മാത്രമേ ഉള്ളൂ, കുറച്ചു കാലം മാത്രമേ ഞാൻ നിങ്ങളോടൊപ്പമുള്ളൂ. രണ്ട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് മക്കളെ, രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് കൽപ്പിക്കാനുണ്ട്, രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് വിരോധിക്കാനുണ്ട്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ശിർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല, കിബറും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് തന്റെ മക്കളെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൊടുത്ത ഉപദേശമാണ്. അതുപോലെ തന്നെ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ കുറേ കൊല്ലക്കാലം പ്രാർത്ഥിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്താനങ്ങൾ, ആ സന്താനങ്ങളെ കൃത്യമായ ദീനി ചിട്ടയിൽ വളർത്തിയെടുക്കാൻ, അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ സെലക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സെലക്ട് ചെയ്തു, ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സെലക്ട് ചെയ്തു. ഇതെല്ലാം ഇബ്രാഹിം നബിയുടെ സന്താനങ്ങളാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നുമകളെ, യാ ഫാത്തിമ ഖിതാഅത്തുൽ ഖൽബി, നീ എൻ്റെ കരളിന്റെ കഷ്ണമാണ് മോളെ, നീ എൻ്റെ കരളിന്റെ കഷ്ണമാണ് മോളെ. ഈ വാപ്പയോട് ദുനിയാവിലെ എന്തും ചോദിച്ചോ, ഈ വാപ്പ വാങ്ങിത്തരാം. അതല്ല നാളെ പരലോകത്ത് വന്നിട്ട് നിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി അല്ലാഹു എങ്ങാൻ നിനക്ക് നരകം വിധിച്ചാൽ, ഇല്ലത്തെ മോളെ, അൻഖദി നഫ്സകി മിനന്നാർ, നിന്റെ ശരീരത്തെ നീ തന്നെ കാത്തു രക്ഷിക്കണം മോളെ. അപ്പാക്കൊന്നും ചെയ്യാൻ പറ്റൂല. തന്റെ പേരക്കുട്ടികളെ വിളിച്ചുകൊണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ യാ ബുനയ്യ യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട്, പൊന്നാര മോനെ എന്ന് വിളിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ എത്രയോ ഉപദേശങ്ങൾ ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ സൂറത്തുൽ ലുഖ്മാൻ, ഒരു പിതാവിന്റെ പേരിട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന് നൽകിയ സന്ദേശം എന്താ? രണ്ടാമത്തെ പേജ് മുഴുവൻ ആ പിതാവ് തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ. യാ ബുനയ്യ ലാ തുശ്രികു ബില്ലാഹ്, പൊന്നുമോനെ നീ ശിർക്ക് ചെയ്യരുത്. ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർദ് യഅതി ബിഹാ അല്ലാഹ്, ആകാശത്തിന്റെ ഭൂമിയുടെ ഏത് പാറക്കുള്ളിൽ പോയിട്ട് ഏത് കോണിൽ വെച്ച് നീ എന്ത് ചെയ്താലും അല്ലാഹു കാണും മോനെ. അങ്ങനെ തുടങ്ങി നിസ്കരിക്കാനുള്ള ഉപദേശങ്ങൾ, അതുപോലെ തന്നെ സകാത്ത് കൊടുക്കാനുള്ള ഉപദേശങ്ങൾ, ആളുകളോടുള്ള പെരുമാറ്റങ്ങൾ, ഒരാളോടും നീ ദേഷ്യപ്പെടരുത്, അഹങ്കാരത്തോടു കൂടി നടക്കരുത്. എത്ര ഉപദേശങ്ങളാണ് ആ വാപ്പ തന്റെ മകന് നൽകിയത്. അത് ലോകത്തിന് പാഠമാകാൻ പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു തന്നു. അല്ലേ? ഇത്തരത്തിൽ ഈ രൂപത്തിൽ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ആലോചിക്കുക. ഈ രൂപത്തിൽ വളർത്തിയെടുക്കാൻ നമ്മുടെ മക്കളെ, ഈ രൂപത്തിൽ വളർത്തിയെടുത്ത മക്കൾ ഒരിക്കലും അവർ പിഴച്ചു പോവുകയില്ല. ഇന്ന് വാപ്പയെയും ഉമ്മയെയും അവഗണിച്ചുകൊണ്ട് അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ അവരുടെ കൂട്ടുകാരായി മാറി. അവരെ നമ്മൾ അവരുടെ കൂട്ടുകെട്ടും അവരുടെ വിദ്യാഭ്യാസവും എല്ലാം പരിശോധിക്കണം. നമ്മൾ ആരുമായിട്ടാണ് അവർ കൂട്ടുകൂടുന്നത്. കൂട്ടുകെട്ട് മോശമായാൽ, വഴികേടിലേക്കുള്ള കൂട്ടുകെട്ടാണ് എങ്കിൽ, നമ്മളൊക്കെ പണ്ടൊക്കെ പറയാറുണ്ട്, ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും. ഒരു മനുഷ്യൻ അവരുടെ കൂട്ടുകാരന്റെ മതത്തിലാണ് എന്ന് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഒരു കൂട്ടുകാരൻ എന്റെ കൂട്ടുകാരനെ പരിശോധിച്ചാൽ മതി, കൃത്യമായിട്ട് മനുഷ്യനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മക്കളെ കുറിച്ച് നമ്മൾ കൂടുതൽ ജാഗ്രതയിലായിരിക്കണം, ഒരു ശ്രദ്ധ കൊടുക്കണം. ചെറുപ്പത്തിലെ നല്ല രൂപത്തിലുള്ള ഉപദേശങ്ങൾ നൽകി, നല്ല രൂപത്തിലുള്ള മാതൃകകൾ നൽകി ഉമ്മയും അവർക്ക് മാതൃകയാകണം. ഉമ്മയും ഉപ്പയും തോന്നിവാസിയായിട്ട് ജീവിക്കാനോ വഴികേടിൽ ജീവിക്കാനോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വയദ്രിബന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. ഒരിക്കലും നിന്റെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, നിന്റെ സീനത്ത്, ആ സീനത്ത് നീ കൃത്യമായിട്ട് മറക്കണം. പ്രകടമായതൊഴികെ ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ മറച്ചുകൊണ്ടായിരിക്കണം ഒരു പെണ്ണ് പുറത്തിറങ്ങേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തന്നു. അവരുടെ മക്കളെ അവരുടെ മാറിന്റെ താഴത്തേക്ക് അവൾ താഴ്ത്തിയിടട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. സൂറത്തുൽ നൂറിലൂടെയാണ് പഠിപ്പിച്ചത്. ഈ രൂപത്തിലാണോ ഉമ്മമാര് ജീവിക്കുന്നത്? ഈ രൂപത്തിലാണോ നമ്മുടെ പെൺകുട്ടികളെ നമ്മൾ വളർത്തുന്നത്? ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും നമ്മൾ പാലിക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് മക്കൾ വഴികേടിലേക്ക് പോകാതിരിക്കുക? ഇവിടെയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത്. നാട് മുഴുവൻ കുഫറിലായപ്പോ, നാട് മുഴുവൻ ദലാലത്തിലായപ്പോ, ഒരാൾ പോലും സന്മാർഗ്ഗത്തിന്റെ വഴിയിൽ ജീവിക്കാനില്ലാത്ത സാഹചര്യത്തിൽ വലഖദ് ആതൈനാ ഇബ്രാഹിമ റുഷ്ദഹു മിൻ ഖബൽ വകുന്നാ ബിഹി ആലിമീൻ. ചെറുപ്പം മുതലേ അല്ലാഹു വളർത്തിക്കൊണ്ടുവന്നു. അല്ലാഹുവാണ് വളർത്തിയത്. വാപ്പയല്ല ഹിദായത്തിന്റെ വഴിയിൽ വളർത്തിയത്, വാപ്പയല്ല നന്മയുടെ വഴിയിൽ വളർത്തിയത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് വളർത്തിയത്. ചെറുപ്പം മുതലേ വളർത്തിക്കൊണ്ടുവന്നത്. പിന്നെ നബിയാക്കി അവസാനം വാർദ്ധക്യത്തിൽ എന്തെയ്തു? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലീലായി തെരഞ്ഞെടുത്തു. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന? ربنا هب لنا من ازواجنا وذرياتنا قرة اعين وجعلنا للمتقين اماما. അല്ലാഹുവേ, എന്റെ ഇണയിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്ന് നീ എനിക്ക് കൺകുളിർമ നൽകണേ അല്ലാഹ്. എന്നെ കൊണ്ട് വേദനിക്കുന്ന ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കല്ലേ അല്ലാഹ്. മക്കളുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്, മക്കളുടെ ജീവിതം കേട്ടുകൊണ്ട് വേദനിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കല്ലേ അല്ലാഹ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീങ്ങളുടെ നേതാക്കളാക്കണേ അല്ലാഹ്. എന്റെയും എന്റെ കുടുംബത്തെയും എന്റെ ഇണയെ എന്റെ മക്കളെ എല്ലാം നീ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മുത്തഖീകൾക്ക് ഇമാമാക്കി നീ മാറ്റണേ എന്ന് പ്രാർത്ഥിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് അല്ലാഹു ആയത്ത് അവസാനിപ്പിക്കുന്നത് വകുന്നാ ബിഹി ആലിമീൻ. അദ്ദേഹത്തെ കുറിച്ച് നാം നന്നായിട്ട് അറിയുന്നവനാ. അല്ലേ? അല്ലാഹു അറിയുന്നുണ്ട് എന്ന ബോധം ആർക്കുണ്ടായിരുന്നു? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത, അല്ലാഹുവിനെ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, എന്റെ ഓരോ നിമിഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞുകൊണ്ടാണ് എന്ന ബോധം നമുക്കുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇഖ്ലാസുള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സത്യവിശ്വാസികളെ, വിശ്വാസികളെ, ഉസീക്കും ഇബാദല്ലാഹി സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, നിർദ്ദേശിക്കുകയാണ്. അല്ലാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. ഇസ്ലാമിൽ ഒരിക്കലും ഒരു ഭീകരവാദമില്ല. ഇസ്ലാം തീവ്രവാദം പഠിപ്പിക്കുന്നുമില്ല. മാത്രമല്ല, ഒരു തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളെയും നാം പ്രോത്സാഹിപ്പിക്കാനും പാടില്ല. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ നേരെയുള്ള വിമർശനമാണ് ഇസ്ലാം ഭീകരവാദമാണ്, തീവ്രവാദമാണെന്ന് പറയുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ഒരാൾ, നമുക്കറിയാം കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടായി രക്ഷപ്പെട്ടു വന്ന ഒരു മുസ്ലിം സഹോദരിയുടെ വാക്കുകൾ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടതാണ്. എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് രണ്ട് മുസ്ലിം ചെറുപ്പക്കാരാണ്.
അങ്ങനെയുള്ള മുസ്ലിങ്ങൾക്ക് ഒരിക്കലും തീവ്രവാദിയാകാൻ കഴിയില്ല എന്ന വാക്കുകളൊക്കെ നമ്മളൊക്കെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, യൂറോപ്യൻ ജനങ്ങൾ അവർ തീർച്ചയായിട്ടും ഖുർആൻ പഠിച്ചുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിയവരല്ല. നമ്മളെ പോലെ പ്രഭാഷണങ്ങളും വാദങ്ങളും കേട്ടുകൊണ്ട് ഇസ്ലാമിനെ മനസ്സിലാക്കിയവരല്ല. അവർ ഇസ്ലാമിനെ മനസ്സിലാക്കിയത് അവർ അവിടുത്തെ മുസ്ലിങ്ങളുടെ ജീവിത പ്രവർത്തനങ്ങളും രീതികളും കണ്ടുകൊണ്ടാണ്. നമ്മൾ ലോകത്തിന് മാതൃകയാകണമെന്നും നമ്മൾ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾക്ക് മാതൃകയായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശരിയായ ഇസ്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നോട്ടുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, സംസാരങ്ങളിൽ, ഇടപെടലുകളിൽ ഒന്നും ശരിയായ ഇസ്ലാം വന്നാൽ കൃത്യമായിട്ട് ഓരോ മുസ്ലിങ്ങളെയും ആളുകൾ മനസ്സിലാക്കിയെടുക്കുമെന്ന് ലോകം നമുക്ക് നൽകുന്ന സന്ദേശങ്ങളാണ്. പ്രിയമുള്ളവരെ, ഭീകരവാദം ആര് ചെയ്താലും, തീവ്രവാദം ആര് പ്രവർത്തിച്ചാലും അത് തീവ്രവാദമായി തന്നെ നമ്മൾ കാണണം. അത് മുസ്ലിം ചെയ്താലും വേണ്ടില്ല, അത് മുസ്ലിം ചെയ്താലും വേണ്ടില്ല, നമ്മുടെ നാട്ടിലെ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആര് ചെയ്താലും വേണ്ടില്ല. ആര് ചെയ്താലും, മുസ്ലിം ചെയ്താലും ഹിന്ദു ചെയ്താലും അതുപോലെ തന്നെ ക്രിസ്ത്യാനി ചെയ്താലും മറ്റുള്ള മതക്കാർ ചെയ്താലും ആര് ചെയ്താലും തീവ്രവാദം എന്നും തീവ്രവാദം തന്നെയാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത രീതി ലോകത്ത് പഠിപ്പിച്ചത് ഒരാൾ അന്യായമായിട്ട് കൊന്നാൽ ലോകത്തുള്ള സകല മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ്. ഒരാൾ സഹായിച്ചാൽ, സംരക്ഷിച്ചാൽ ലോകത്തുള്ള സകല മനുഷ്യരെയും സംരക്ഷിച്ചതിന് തുല്യമാണ് എന്നാണ് ലോകത്തിന്റെ കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ പഠിച്ച മനസ്സിലാക്കിയ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഒരു തരത്തിലുള്ള ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരിക്കലും അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് യഥാർത്ഥ മുസ്ലിമായിട്ട് മുന്നോട്ട് പോകാൻ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തും നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു അയൽവാസിയായി ഒരു അമുസ്ലിം സഹോദരനുണ്ട് എങ്കിൽ അവന് വേണ്ടുന്ന എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുത്തുകൊണ്ട് വെറുപ്പില്ലാതെ, പകയില്ലാതെ, വിദ്വേഷമില്ലാതെ അമുസ്ലിമാണെന്ന് കാണുമ്പോൾ വെറുപ്പോടുകൂടി സംസാരിക്കുന്ന, വെറുപ്പോടുകൂടി പെരുമാറുന്ന, അവനെ കാണുമ്പോൾ അകന്നു പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും പല മുസ്ലിങ്ങൾക്കിടയിലും കാണാറുണ്ട്. അങ്ങനെ ഒന്നും ആകാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പിന്നെ പണയം വെച്ചിരുന്നത് ഒരു ജൂതന്റെ വീട്ടുകാരായിരുന്നു. ഒരു ജൂതക്കുട്ടിയാണ് രോഗിയായി സന്ദർശിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദർശിച്ചത്. ഒരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോഴാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്ന് ആദരിച്ചത്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ജൂതനാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു അന്നും ഇന്നും എന്നും ജൂതനാണ്, യഹൂദിയാണ്. ആ യഹൂദിയായ മനുഷ്യനെ മനുഷ്യനെന്ന നിലക്ക് ലോകത്തിന്റെ പ്രവാചകൻ ആദരിച്ചിട്ടുണ്ട് എങ്കിൽ ഒരു വെറുപ്പും വിദ്വേഷവും പകയുമില്ലാതെ മുന്നോട്ട് പോകാൻ, പ്രത്യേകിച്ച് നമ്മുടെ നാടിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇത് മതേതരത്വ രാജ്യമാണ്. ആ മതേതരത്വം എന്നും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم رب ارحمهما كما ربيانا صغيرا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين ودمر أعداءك أعداء الدين. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في كل مكان. اللهم انصر إخوان المسلمين في فلسطين. اللهم ارحمهم، اللهم اغفر لهم. ربنا تقبل منهم من شهدائهم يا رب العالمين. ربنا تقبل منا من دعائنا وصلاتنا وصيامنا وقيامنا
وكل من أعمال صالحاتنا يا رب العالمين. تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.